ഇസ്രയേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഈ 26-ാം തീയതി ഉണ്ടായ സംഭവത്തിൽ തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത്. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിവരങ്ങൾ. സ്ഫോടനം നടന്ന് ഏതാണ്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുഗ്ലക് റോഡ് പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ഫോടക വസ്തു നിയമം സെക്ഷൻ 3 പ്രകാരമാണ് അജ്ഞാതർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് ഇപ്പോൾ പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണ്. പോലീസിന് ഇതുവരെ യാതൊരു വിവരവും തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം പോലീസ് പങ്കുവച്ചിരുന്നു. അതായത് ജാമിയ നഗർ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഓട്ടോയിലെത്തിയ സംഘമാണ് ഈ സ്ഫോടനം നടത്തിയതെന്നാണ്. പക്ഷേ ഈ സംഘം എവിടേക്ക് പോയി, അതല്ലെങ്കിൽ ഈ സംഘം ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പോലീസ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിന് സംശയാസ്പദമായ സാഹചര്യത്തിൽ 2 പേരെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവരെല്ലാം തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി പോലീസ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഫോറൻസിക് പരിശോധനാ ഫലം വന്നതും. ഇതിനു പിന്നാലെയാണ് ഡൽഹി പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സ്ഫോടനം നടന്ന് 5-ാം ദിവസമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇസ്രായേൽ എംബസിയിൽ നിന്നും ഏതാണ്ട് 250 മീറ്റർ മാറി പൃഥ്വിരാജ് റോഡിലാണ് ഈ സ്ഫോടനം കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5:00 തന്നെ നടന്നത്. ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു. NSG അടക്കമുള്ള സംഘം അവിടെ ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ സേനകളും ഇപ്പോൾ അവിടെ സുരക്ഷ ഒരുക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.